السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العلي العظيم. ആദരണീയരായ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ അനുഗ്രഹീതമായ, വളരെ സന്തോഷകരമായ ഒരു മജ്‌ലിസിലാണ് നമ്മളുള്ളത്. അഷ്റഫുൽ ഹൽക്കായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമദ്ഹുകളിൽ അലിഞ്ഞു ചേർന്ന് അവിടുത്തെ പുണ്യാപദാനങ്ങളുടെ ആസ്വാദനങ്ങളിൽ മതിമറന്നു നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഉള്ളത്. പരിശുദ്ധമായ ബുർദയും നബിതങ്ങളുടെ മദ്ഹുകളൊക്കെ നമ്മൾ കേട്ട് ആസ്വദിച്ചു. മദീനയിലേക്ക് നമ്മൾ ഹൃദയം കൊണ്ട് പലായനം ചെയ്തു. ആദരണീയരായ സയ്യിദ് അവരുടെ ആത്മനിർവൃതിയുടെ പ്രാർത്ഥന സദസ്സാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത്. അതിൻ്റെ മുന്നോടിയായി ഹബീബിൻ്റെ മദ്ഹിന് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിക്കുക എന്നതുകൊണ്ട് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഹൽക്കായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിതങ്ങളാണ്. നമുക്ക് നമ്മോടുള്ള, നമ്മുടെ ശരീരത്തിനോട് നമുക്കുള്ള സ്നേഹത്തിനേക്കാളും കടപ്പാടിനേക്കാളും നമുക്ക് ബന്ധമുള്ളത് അവിടത്തോടാണ്. അത് ആത്മാർത്ഥമായി മനസ്സിലാക്കുമ്പോഴാണ് മദ്ഹ് പറയുമ്പോഴും മദ്ഹ് കേൾക്കുമ്പോഴും നമുക്ക് നബിതങ്ങളോട് അങ്ങേയറ്റത്തെ ബന്ധവും സുദൃഢമായൊരു വൈകാരികതയും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ലോകത്തൊരുപാട് നേതാക്കന്മാരെ അനുയായികൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹത്തിനൊക്കെ ഒരു പരിധിയും പരിമിതിയുമുണ്ട്. ലോകത്ത് എത്രമേൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികളാണെങ്കിലും നേതാക്കളാണെങ്കിലും അവരെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അനുയായികൾ എങ്ങനെ സ്നേഹിച്ചാലും അതിനൊരു പരിധി ഉണ്ടാകും. പക്ഷേ അഷ്റഫുൽ ഹൽക്കായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ അനുയായികൾ സ്നേഹിക്കേണ്ട വിധം സ്നേഹിക്കുകയാണെങ്കിൽ അതിന് പരിധിയില്ല. ഇവിടെ ബുർദയിൽ പറഞ്ഞു, എന്തൊക്കെ തന്നെ പറഞ്ഞാലും മുത്തുനബിതങ്ങളെ പറ്റി നമുക്കിന് പറയാൻ ഒന്നും കഴിയൂല. അഷ്റഫുൽ ഹൽക്കി കുല്ലിഹിമി, ലോകത്തെ ഏറ്റവും വലിയ ഉന്നതരായ മഹത്വമുള്ള വ്യക്തിത്വമാണ് എന്ന് പറയാൻ പറ്റും. ഇനി എങ്ങനെ പറഞ്ഞാലാണ് അങ്ങോട്ട് എത്തുക എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ നബിതങ്ങളൊരു പരിഷ്കർത്താവും വിപ്ലവകാരിയും വിമോചകനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സവിശേഷതകളാണ് നബിദിന റാലികളിലൊക്കെ നമ്മൾ ഉയർന്നു കേൾക്കാറുള്ള അനൗൺസ്മെന്റുകൾ. നബിതങ്ങളെ പരിചയപ്പെടുത്തൽ അങ്ങനെയാണ്. എങ്ങനെ? ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, വിമോചകൻ, അടിമകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത ആള്, അല്ലെങ്കിൽ തൊഴിലാളിക്ക് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് വേതനം കൊടുക്കണമെന്ന് പഠിപ്പിച്ച ആള് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നബിതങ്ങളെ പൊതുവെ നമ്മളൊക്കെ പുകഴ്ത്താറുള്ളത്. പക്ഷേ ഹബീബായ നബിതങ്ങളുടെ പരിശുദ്ധമായ ഹഖീഖത്ത് മുഹമ്മദിയും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിചയപ്പെടുത്തലുകളും നമ്മുടെ ഈ മദ്ഹുകളൊക്കെ വളരെ താഴ്ന്ന വിധാനത്തിലാണ് നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ ഈ പരിപാടി ആരംഭിച്ചത് മൻഖൂസ് മൗലിദ് ആരംഭിച്ചിട്ടാണ്. അതിന്റെ ഒന്നാമത്തെ വരി തന്നെ സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വൗജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മഹു മുഹമ്മദ എന്നതുകൊണ്ടാണ്. ആ ഒരു വിധാനത്തിൽ നിന്ന് നബിതങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. എങ്ങനെ? ഈ ലോകത്ത് ആദ്യമായി പടച്ചത്തമ്പുരാൻ സൃഷ്ടിച്ചത് നബിതങ്ങളുടെ പരിശുദ്ധമായ ഒളിവാണ്, പ്രകാശമാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ പ്രകാശം എന്നതുപോലെയല്ല. നബിതങ്ങളുടെ പരിശുദ്ധമായ ഹഖീഖത്ത് മുഹമ്മദിയ, മുത്ത് നബിതങ്ങളുടെ പരിശുദ്ധമായ റൂഹ്, ആത്മാവ്, അതിന്റെ ആദ്യ കണം, അതിന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഒളിവ്, പ്രകാശം എന്നൊക്കെ പറയുന്നു. അതാണ് അള്ളാഹു ആദ്യം പടച്ചത്. അതിനുശേഷമാണ് മുഴുവൻ മലക്കുകളും അമ്പിയാക്കളും ആകാശവും ഭൂമിയും സൂര്യനും അർശും ലൗഹും കരമൊക്കെ ഒക്കെ അള്ളാഹു തആല സൃഷ്ടിച്ചത്. ആദ്യത്തെ സൃഷ്ടി മുത്ത് നബിതങ്ങളെ പരിശുദ്ധമായ നൂറാണ്. ആദ്യം അള്ളാഹു പടച്ചത്. ജാബിർ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് എന്താണ് തിരുനബിയെ? നബിതങ്ങൾ പറഞ്ഞു, അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക, നിന്റെ നബിയായ എന്റെ പ്രകാശത്തെയാണ് അള്ളാഹു തആല ആദ്യം പടച്ചത് എന്ന്. ഈ നിരക്ക് ചിന്തിക്കുമ്പോൾ ആദ്യം പടച്ചത് നബിതങ്ങളെ നൂറാണ് എങ്കിൽ ആ നൂറിനെ അള്ളാഹു തആല എവിടെ വെച്ചിരിക്കും? അല്ലാഹുവല്ലാത്ത ഏത് സാധനങ്ങൾക്കും ഏത് വസ്തുക്കൾക്കും നിൽക്കാൻ ഒരിടം വേണം, ഒരു സ്ഥാനം വേണം, ഒരു സ്ഥലം വേണം. ആദ്യ കണമായ മുത്തനബിതങ്ങളെ നൂറിനെ വെക്കാൻ ഒരു സ്ഥലം വേണമെങ്കിൽ ആദ്യം അത് എവിടെ വെച്ചിരിക്കും?
അപ്പോൾ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് അതാണെന്ന് പറയേണ്ടി വരും. ആ സ്ഥലവും നബിതങ്ങളെ നൂറുമാണ് ഒപ്പമെന്ന് പറഞ്ഞാൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് നബിതങ്ങളെ നൂറ് എന്ന് പറയാനും പറ്റില്ല. അവിടെ മുതൽക്കാണ് ആധ്യാത്മിക സൂഫികളുടെയും ആധ്യാത്മിക പണ്ഡിതന്മാരുടെയും മുത്തുനിബിതങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടങ്ങുന്നത്. ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മുത്തുപ്രവാചകന്റെ നൂറിനെ അള്ളാഹു എവിടെ വെച്ചു എന്നുള്ളതാണ്. ആ ഇടത്തെയാണ് അവർ അന്വേഷിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നൂറിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അനമിൻ നൂറില്ല, ഞാൻ അള്ളാഹുവിന്റെ നൂറിൽ നിന്നാണ്, ലോകത്ത് മറ്റുള്ളതൊക്കെയും എന്റെ നൂറിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ബുർദ പാടുമ്പോ, നമ്മളിവിടെ മൗലിദ് പാടുമ്പോ നമ്മോട് കൂടെയുള്ള നബിതങ്ങളെ ആയിരിക്കണം നമ്മൾ മദ്ഹ് പറയേണ്ടത്, പുകഴ്ത്തേണ്ടത്. നമ്മുടെ കൂടെയുള്ള മുഹമ്മദ് നബി അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം? കൂടെയുള്ളത് കൊണ്ടാണ് അത്തഹിയാത്തിൽ കൈവിരൽ ചൂണ്ടിയിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു നമ്മൾ പറയുന്നത്. ഓ തിരുനബിയെ, അങ്ങേക്ക് സലാം. എവിടെയോ കിടക്കുന്ന നബിതങ്ങളെ ഒരു തേർഡ് പേഴ്സൺ ആയിട്ടല്ല നമ്മൾ മറുപടി പറയുന്നത്, അല്ലെങ്കിൽ സലാം പറയുന്നത്. അസ്സലാം, അങ്ങക്ക് സലാം എന്നാണ്. നബിതങ്ങളെ ശരീരം നമ്മിലുണ്ട് എന്നല്ല ഇതിന്റെ അർത്ഥം കേട്ടോ, അങ്ങനെ മനസ്സിലാക്കും ചെയ്യരുത്. വഅലമു അന്ന ഫീകും റസൂലുള്ളാഹ്, നിങ്ങളെ കൂടെ നബിതങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ശരിക്ക് ബോധ്യപ്പെടണമെന്ന് അല്ലാഹു പറയുന്നു. വഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതൊരു ഇലാഹില്ല എന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ അതേ ട്യൂണിൽ അതേ രീതിയിൽ അല്ലാഹു പറയാണ് നിങ്ങളെ കൂടെ നബിതങ്ങളും ഉണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. അങ്ങനെയാകുമ്പോൾ ലോകത്തുള്ള ഏത് സർവ്വചരാചരങ്ങളും മുത്തുനിബിതങ്ങളെ നൂറിൽ നിന്നാകുമ്പോൾ നമ്മളും സലാം പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള നബിതങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നബിതങ്ങൾക്ക് സലാം പറയുമ്പോൾ നിസ്കാരം പോലും ബാത്തിലാവൂല. ശരിക്കും നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ തുമ്മിയപ്പോ അൽഹംദുലില്ലാ പറഞ്ഞാല് ഇർഹമുക്കല്ല പറഞ്ഞോന്ന് നിസ്കാരം ബാത്തിലാവും. കാരണം അള്ളാഹിനോട് മാത്രമുള്ള സംസാരമാണ് നിസ്കാരം, അള്ളാഹിനോട് മാത്രമുള്ള മുനാജാത്താണ്. ആ അള്ളാഹുവിനോട് മാത്രമുള്ള സംസാരത്തിൽ അല്ലല്ലാത്ത ഒരാളോട് വർത്താനം പറഞ്ഞ അപ്പ നിസ്കാരം ബാത്തിലാവും. പക്ഷെ നബിതങ്ങൾക്ക് ഒരാൾ സലാം അലൈക്കും സലാം പറഞ്ഞാലോ, പറഞ്ഞില്ലെങ്കിലാണ് നിസ്കാരം ബാത്തിലാവുക. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഉമ്മ നമ്മളെ വിളിച്ചു, ദാ മോനെ എന്റെ ഉമ്മയെന്ന് ചോദിച്ചാൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി. ബാപ്പ സലാം പറഞ്ഞു, അപ്പൊ നമ്മൾ ബാപ്പാക്ക് സലാം മടക്കി വഅലൈക്കും അസ്സലാം, നിസ്കാരം ബാത്തിലായി. എന്തുകൊണ്ട്? അല്ലല്ലാത്ത ഒരാൾ സംസാരിച്ചു. പക്ഷെ നമ്മൾ നിസ്കരിക്കുമ്പോൾ നബിതങ്ങൾ നമ്മളെ വിളിച്ചു എന്ന് വെക്കുക. ഇപ്പൊ നബിതങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നബിതങ്ങളെ കാലത്ത് സ്വഹാബികൾ നിസ്കരിക്കുമ്പോൾ നബിതങ്ങൾ ബാക്കിൽ നിന്ന് വിളിച്ചാൽ ഇവിടെ വാന്ന് പറഞ്ഞാൽ എന്തേ നബിയെ എന്ന് ചോദിച്ചാൽ നിസ്കാരം ബാത്തിലാവൂല. ഇവിടെ വാന്ന് പറഞ്ഞു, അപ്പൊ നബിതങ്ങളിലേക്ക് നടന്നുപോയി, എന്നാലും നിസ്കാരം ബാത്തിലാവൂല. നമ്മൾ പടിഞ്ഞാട്ട് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്, നബിതങ്ങൾ വിളിച്ചത് ബാക്കിൽ നിന്നാണ്, കേക്കോട്ട് ഇങ്ങോട്ട് വാർന്നു, നമ്മൾ കിബിര തെറ്റിയിട്ട് നബിതങ്ങളിലേക്ക് പോയി, എന്നാലും നിസ്കാരം ബാത്തിലാവൂല. ബഹുമാനപ്പെട്ട തയ്യബ് ഉസ്താദ് മനോഹരമായി ഇത് പറയുന്നുണ്ട്. തിരുനബി വിളിച്ചാൽ ഉത്തരം നിർബന്ധമാ, ഫർളായ നിസ്കാരത്തിലും അതു നിയമമാ. നബിതങ്ങൾ വിളിച്ചാൽ ഉത്തരം കൊടുക്കണം, ഫർളായ നിസ്കാരത്തിലൊരു നിയമമാണ്. എന്നാൽ പോകേണ്ടതായി വന്നാൽ ഉടൻ നടന്നെങ്കിലും പോകൽ വുജൂബാ, ഖിബ്ല തെറ്റുന്നെങ്കിലും. ഖിബ്ല തെറ്റിയാലും വിളിച്ചാൽ അങ്ങോട്ട് പോകണം. അപ്പൊ നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിനൂടെ ഒന്നുമില്ലത് കൊണ്ട് ഇത് നബിക്കല്ലാതെ മറ്റാർക്കുണ്ട്. അവിടെ നിന്ന് പഠിക്കണം തിരുനബിയെ. നിസ്കാരം ബാത്തിലാവും. കാരണം അള്ളാനെ തൊട്ട് വിട്ടുപോരലല്ല നബിതങ്ങളിലേക്ക് തിരിഞ്ഞാൽ. അതിന്റെ അർത്ഥം അള്ളി റസൂൽ ഒന്നാണ് എന്നല്ല, നഊദു ബില്ലാ. അപ്പോ ഹബീബായ തിരുനബിയുടെ പരിശുദ്ധതയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അന്താളിച്ചു പോകും. നബിതങ്ങളെ എനിക്കൊന്നും മനസ്സിലാക്കി തരുമോ എന്നൊരു ജൂതം വന്ന് ചോദിക്കുന്നുണ്ട് ഉമർത്തങ്ങളോട്. ഉമർത്തങ്ങൾ പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റൂല, എനിക്ക് അറിയില്ല. ഈ ഒരു കാര്യം ചെയ്തോ, നീ അത് അലിയാരോട് ചോദിച്ചു നോക്കിയോ, ബിലാലിനോട് ചോദിച്ചു നോക്കുക. ജൂതൻ ബിലാൽ തങ്ങളെ പോയി ചോദിച്ചു, ബിലാലെ നബിതങ്ങളെ പറ്റി ചോദിച്ചിട്ട് ഉമർ തങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയണം, നിങ്ങൾ പറഞ്ഞുതരുമോ? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കും അറിയില്ല, അലിയാരോട് ചോദിച്ചു നോക്കുന്നു. അങ്ങനെ അലിയാരടുത്ത് പോകുന്നുണ്ട് ജൂതൻ. അപ്പൊ അലിയാർ തങ്ങളോട് ചോദിച്ചു, നബിതങ്ങളെ പറ്റി സുഫ്ലി മുഹമ്മദ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അലിയാർ തങ്ങൾ കൊടുക്കുന്ന മറുപടി ഉണ്ട്, ഈ കാണുന്ന പ്രപഞ്ചത്തെ മൊത്തം നമുക്ക് പറഞ്ഞു തീർക്കുക സാധ്യമല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് മത്താഉൻ ഖലീൽ, ചെറിയ കൊച്ചായ സാധനമെന്നാണ്. എന്നെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ ലോകത്തിന് നബിതങ്ങളെ പറ്റി എങ്ങനെ പറഞ്ഞു തരാനാ? ഞാനും അശക്തനാണെന്ന് പറയുന്നുണ്ട്. മഹമൂദ് മാലയിൽ പറയുന്നുണ്ട്, ഫാത്തിമ ബേബി, തിങ്കൾ നബിയെ മാശരിക്കും മഗ്രിബും തിങ്ങിക്കൊണ്ടാത്തൽ ബി ഫാത്തിമ കണ്ടോർ. മശ്രിക്ക് എങ്ങനെ തിങ്കൾ നബിയെ അള്ളാഹുവിന്റെ മുത്ത് നബിതങ്ങളെ കേക്കിന് പടിഞ്ഞാറിനിടയിൽ മൊത്തം നിറഞ്ഞു കണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ അന്താളിക്കണ്ട, നബിതങ്ങൾ ഇവിടെ നിറഞ്ഞു നിൽക്കുക എന്നല്ല ഇതിന്റെ അർത്ഥം.
ഒരു കാര്യം മനസ്സിലാക്കുക, നബിതങ്ങൾ നമുക്കൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു പരിഷ്കർത്താവ്, വിപ്ലവക്കാരി, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ചർച്ചകൾ പോകുന്നുള്ളൂ. അതാണ് ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പോലെയുള്ള സഹോദരങ്ങൾക്കൊക്കെ നബിതങ്ങളെ പറ്റി പറയുമ്പോഴേക്ക് ഇത് അന്തം വിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. എന്തിനെങ്ങനെയൊക്കെ പറയേണ്ടത് ആവശ്യം? നിങ്ങൾ ചിന്തിക്കുക, ഹബീബായ മുത്ത് നബിതങ്ങളൊന്ന് കക്കൂസൊക്കെ പോകുകയാണെങ്കിൽ ചരിത്രം ഇതുപോലെ ക്യാമറ വെച്ച് പോവാണ്. ഇപ്പൊ ഈ സ്റ്റേജിലേക്ക്, ഈ സദസ്സിലേക്ക് ഇപ്പൊ ക്യാമറ തിരിച്ചിട്ടല്ലേ. നബിതങ്ങളൊന്ന് മൂത്രേക്കാൻ പോവുകയാണെങ്കിൽ ചരിത്രം ഭൂതക്കണ്ണടിയിട്ട് പോവുകയാണ്. ഏത് കാലാണ് കക്കൂസക്ക് വെക്കണത്? ജവഹർലാൽ നെഹ്റു കക്കൂസക്ക് പോയപ്പോൾ ഏത് കാല് വെച്ചു എന്ന് ഒരു കോൺഗ്രസ്സുകാരനും അറിയില്ല. കാറൽ മാർക്സ് കക്കൂസിന് അങ്ങനെ പുറത്തു വന്നത് ഏത് കാല് വെച്ചുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അറിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു നേതാക്കന്മാരോട് ശ്രീനാരായണ ഗുരു കടന്നുറങ്ങിയപ്പോൾ തല എങ്ങോട്ടാ വെച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയൂല. അല്ലെങ്കിൽ ബുദ്ധന്മാരോട്, ബുദ്ധ മതസ്ഥരോട് ശ്രീബുദ്ധനെ നഖം വെട്ടിയപ്പോൾ ആദ്യം ഏത് വിരലിനെ നഖം വെട്ടിയത് കാണാൻ പറ്റൂല. നബിതങ്ങൾ ഒന്ന് കട്ടറെടുത്ത് നഖം മുറിക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ നബിതങ്ങൾ കത്തിയെടുത്ത് നഖം മുറിക്കുമ്പോൾ ചരിത്രം ഭൂതക്കണ്ണാടി തിരിച്ചു നോക്കുകയാണ്. ഏത് കൈകൊണ്ടാ തുടങ്ങണത്? വലത്തെ കയ്യാണ്. വലത്തെ കയ്യുമ്പോൾ തന്നെ 5 വിരലുണ്ടല്ലോ, ഏത് വിരലിന് നഖം ആദ്യം വെട്ടണത്? എന്നാൽ ലോകത്ത് ഗാന്ധിജി, ഐൻസ്റ്റീൻ, ന്യൂട്ടൺ, അങ്ങനെ എത്ര ആൾക്കാർ കടന്നുപോയി. അവരെങ്ങനെ നഖം വെട്ടിയത്? ലോകത്തിനത് അറിയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഗുരുനാനാക്ക് എങ്ങനെയാണ് കടന്നുറങ്ങിയപ്പോൾ കാലെങ്ങോട്ടാ, അത് സിഖുകാർക്കും അറിയില്ല. എന്നാൽ ലോകത്ത് മുഴുവൻ ചരിത്രത്തിന്റെയും ഹദീസിന്റെയും ഗ്രന്ഥങ്ങളിൽ കാണാം, അവിടെ നിന്ന് കടന്നിറങ്ങുമ്പോൾ തല വടക്കോട്, കാല് അങ്ങ് തെക്കോട്ട്, നെഞ്ചും മുഖവും പടിഞ്ഞാട്ട് കിബിലയിലേക്ക്, മക്കത്ത്. അങ്ങനെ നബിതങ്ങൾ കടന്നുറങ്ങിയിരുന്നത്. എത്ര നബിതങ്ങളെ മുടി എത്ര നരച്ചിരുന്നു ആലോചിച്ച് നോക്കി. ലോകത്ത് കാർൽ മാർക്സിന്റെ മുടി എത്ര നരച്ചു? ചരിത്രത്തിന് അറിയേണ്ട ആവശ്യമില്ല. ലോക ചരിത്രം പറഞ്ഞു 20 രോമങ്ങളാണ് നരച്ചത്. ഇങ്ങനെ മനസ്സിലാക്കി തരണമെങ്കിൽ ആ ഹബീബിന്റെ മഹത്വം അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് എങ്ങനെ നഖം വെട്ടി പല്ല് തേക്കാൻ വേണ്ടി ബ്രഷ് എടുക്കുമ്പോഴേക്ക് പല്ലെങ്ങനെ തേച്ചത് ചരിത്രത്തിലുണ്ട്. ആ ബ്രഷ് പല്ലുമെന്ന് നാവുമൊക്കെ വെക്കുമ്പോൾ നാവ് എങ്ങനെ തേച്ചത് ചരിത്രത്തിലുണ്ട്. ലോകത്തൊരു നേതാക്കന്മാരെ പറ്റിയും ഇങ്ങനെ രഹസ്യമായ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രൈവസി സമയമാണല്ലോ, അതുപോലും നോക്കുന്നില്ല. ഇവിടെയാണ് തിരുനബിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയട്ടെ, എത്ര സ്നേഹിച്ചാലും ഗാന്ധിജിയെയോ ജവഹർലാൽ നെഹ്റുവിനെ, രാജീവ് ഗാന്ധിനെ, അല്ലെങ്കിൽ സോണിയാഗാന്ധിനെ, ഇന്ദിരാഗാന്ധിനെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിനെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സാരോ ഏത് പാർട്ടിക്കാരാവട്ടെ, ആ നേതാക്കന്മാർ തുപ്പുമ്പം വിട്ടുക്കും. സ്വഹീഹുൽ ബുഖാരി കാണാം, നബിതങ്ങളൊന്ന് തുപ്പിയാൽ ഏതെങ്കിലും സുഹാബിന്റെ കയ്യക്കല്ലാതെ നബിതങ്ങൾ തുപ്പല് വീഴൂല. ഇതെന്തായി പറയണത്? അള്ളാന്റെ മുത്ത് നബിതങ്ങൾ തുപ്പുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു സുഹാബിയുടെ കയ്യിലേക്കല്ലാതെ അവിടെ തുമുനീര് വീഴൂല. അത് അപ്പോഴേക്ക് അവർ കയ്യിലാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ സ്നേഹിക്കപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കാൻ അയ്യേ എന്നാ നമ്മുടെ മനസ്സിലേക്ക് വരിക. അത് മറ്റാളുകളിലേക്ക് ചേർക്കുമ്പോൾ അയ്യേ എന്ന് തന്നെയാണ്. നബിതങ്ങളൊന്ന് കഫം കാർക്കിച്ച് തുപ്പുമ്പോഴേക്ക് നിലത്ത് തൊടൂല, അപ്പോഴേക്ക് സഹാബികൾ പിടിക്കും. ഇത് ഏതെങ്കിലും കഥപുസ്തകത്തിലാണെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്യാം, ഏതെങ്കിലും ചരിത്ര പുസ്തകത്തിലാണെങ്കിൽ നമുക്കിത് നെഗ്ലക്ട് ചെയ്യാം. പക്ഷെ ഇത് സ്വഹീഹുൽ ബുഖാരിയിലാണ്. നബിതങ്ങൾ തുപ്പുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു സ്വഹാബിന്റെ കയ്യക്കല്ലാതെ വീഴൂല. സ്വഹീഹുൽ ബുഖാരിയിൽ മറ്റൊരു ഹദീത്ത് ഉണ്ട്. നബിതങ്ങൾ വുളൂ ചെയ്തിട്ട് അവിടുത്തെ മുഖത്തിൽ നിന്ന് ഒഴുകുന്ന ബാക്കി വെള്ളം സ്വഹാബികൾ ഒപ്പിയെടുത്ത് അവരെ ശരീരം മൊത്തം തേമ്പിയെടുക്കും. ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്തു കൂടെ ഒലിക്കണ വെള്ളം, അല്ലെങ്കിൽ ഗാന്ധിജിയുടെയോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ മുഖം കഴുകിയ വെള്ളം ഏതെങ്കിലും ആൾക്കാർ കൈകൊണ്ട് സ്വീകരിച്ച് സ്വന്തം മേത്ത് തേക്കുവോ? അവർക്ക് ആ നിരക്കല്ല അവരുടെ സ്നേഹം. അവിടെയാണ് നബിതങ്ങളെ മഹബത്ത് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ടത്. സ്വഹാബികൾ എന്ത് ചെയ്യും? നബിതങ്ങൾ വുളൂ ചെയ്ത വെള്ളം കൈകൊണ്ട് സ്വീകരിച്ച് അവരുടെ ശരീരത്തിന് മൊത്തം തേമ്പും. ഇനി കിട്ടിയില്ല നിൽക്കുക, അപ്പൊ വെള്ളം കിട്ടി മേത്ത് തേമ്പിയവരുടെ മേത്ത് തൊട്ട് സ്വഹാബികൾ ബർക്കത്തെടുക്കും. ഒന്ന് അറിയിച്ചു നോക്കി. അവിടെ നിന്ന് ഹജ്ജ് നിർവഹിച്ചു, തല മൊട്ടടിച്ചു, എന്നിട്ട് മുടി മുഴുവൻ സ്വഹാബികൾക്ക് കൊടുക്കുക. അത് തിക്കും തിരക്കും ഉണ്ടാക്കി ഓരോരുത്തർ നബിതങ്ങളും മുടി കൊണ്ടുപോവുക. ലോകത്ത് എത്ര മതങ്ങളുണ്ട്, എത്ര ആചാര്യന്മാരുണ്ട്, അവരെ മുടിക്കും വേണ്ടി ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടുമോ? അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മ്ലേച്ഛത്തരം തോന്നും, അശ്ലീലമായി തോന്നും, ആഭാസമായി തോന്നും. ഇവിടെയാണ് ഹബീബിനെ മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ റസൂലാണ് എന്നുള്ള നിലക്ക് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. ഈ അടുത്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രി വന്നു. അപ്പൊ മുഖ്യമന്ത്രിയോട് രാഷ്ട്രീയമായി എതിർപ്പുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് മൂപ്പരെ കണ്ടുകൂടെ, ദേഷ്യമാണ്, പക്ഷെ മുഖ്യമന്ത്രി അല്ലേ, അപ്പൊ പോകുമ്പോൾ നമ്മൾ അവിടെ പോയി കൊടുക്കണം. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു സ്ഥാനം ഉണ്ടല്ലോ മൂപ്പർക്ക്, ആ സ്ഥാനം വക വെച്ചു കൊടുക്കണം. അങ്ങനെ നമുക്കൊരു ചിന്താഗതി ഉണ്ടാവും. MP ആണെങ്കിലും MLA ആണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല, പക്ഷെ ആ സ്ഥാനത്തെ ഞാൻ ബഹുമാനിക്കും. ഇങ്ങനെയല്ല ഹബീബായ നബിതങ്ങളെ സ്നേഹിക്കേണ്ടത്. നബിതങ്ങളെ എനിക്ക് ആ റസൂലാണ് എന്ന നിലയ്ക്ക് എനിക്കൊരു സ്നേഹമുണ്ട്, പക്ഷേ അവിടത്തോട് എനിക്ക് ഈ പല നിലക്കും വിയോജിപ്പുണ്ട്. പക്ഷെ റസൂലല്ലേ, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്ന് ആ സ്ഥാനത്തെ അല്ല ബഹുമാനിക്കേണ്ടത്. ആ മുഹമ്മദീയത്തിനെ സ്നേഹിക്കണം, ആ മുഹമ്മദീയത്തിനെ ഉൾക്കൊള്ളണം. ഇവിടെ നബിതങ്ങളെ സുന്നത്ത് മുഴുവൻ മുറുകെ പിടിച്ചാൽ മതിയോ? എന്റെ അതേ വേഷം ഒരാൾ ഇട്ട് നടന്നാൽ അത് എന്നോടുള്ള സ്നേഹാവോ? നമ്മൾ നബിതങ്ങളെ സ്നേഹിച്ചിട്ടായിരിക്കണം സുന്നത്തുകളൊക്കെ ചെയ്യേണ്ടത്. ഏത് ആരാധനയുടെ അടിസ്ഥാനം സ്നേഹമായിരിക്കണം. സ്നേഹമില്ലാതെ
കുറെ നിസ്കരിച്ചിട്ടെന്താ? ചില ആൾക്കാർക്ക് വലിയ തൊപ്പിയും തലയെക്കെട്ടും താടിയും നിസ്കാരക്കുപ്പായും പെണ്ണുങ്ങൾക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ വലിയ ജുബ്ബ ഉണ്ടാകും, സുഗന്ധങ്ങളൊക്കെ പൂശും. പക്ഷെ നബി എന്ന് പറയുമ്പോഴേക്ക് ഒരു വികാരം ഉണ്ടാവില്ല. നബിതങ്ങൾ എന്ന് പറയുമ്പോഴേക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു വൈകാരികത വരൂല. എല്ലാ സുന്നത്തും മുറുകെ പിടിക്കും. തഹജ്ജുദ് ഉണ്ടാകും, ദുഹായി ഉണ്ടാകും, വിത്ർ ഉണ്ടാകും, സുന്നത്ത് നിസ്കാരം ഉണ്ടാകും, സുഗന്ധം തേക്കും, എല്ലാ സുന്നത്തും ഉണ്ടാവും. പക്ഷെ നബി എന്ന് പറയുമ്പോഴേക്ക് ഒരു വൈകാരികത സുദൃഢമായി ഹൃദയത്തെ രൂഢമാകൂല. അതുകൊണ്ടൊരു കാര്യമില്ല. കാരണം എന്താ? അള്ളാഹു നോക്കുന്നത് ആരാധനകളുടെ ആധിക്യങ്ങളിലേക്കല്ല. മനുഷ്യൻ ആരാധനകളുടെ അടിമയാകുകയല്ല വേണ്ടത്, ആരാധ്യന്റെ അടിമയാകണം. ഹബീബായ നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ആരാധനകൾക്ക് രുചി കിട്ടുക. നമ്മുടെ ഒരു പെണ്ണ്, ആ പെണ്ണിന് നല്ല വീടുണ്ടാക്കി കൊടുത്തു, വണ്ടി കൊടുത്തു, നല്ല ഫോൺ കൊടുത്തു, സമ്പത്ത് കൊടുത്തു, സ്വർണ്ണാഭരണം കൊടുത്തു. എന്നിട്ടും കാണാം ആ പെണ്ണ് ഏതെങ്കിലും ഒരു ബംഗാളിന്റെ കൂടെ, തെങ്ങേറ്റക്കാരന്റെ കൂടെ, ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ, മീൻകാരന്റെ കൂടെ ചാടി പോണത്. എന്താ കാരണം? ഭർത്താവ് ഡോക്ടറാണ്, ഭർത്താവ് എഞ്ചിനീയറാണ്, ഭർത്താവ് വലിയ വീടുണ്ടാക്കി കൊടുത്തു, ഭർത്താവ് ഫോൺ വാങ്ങിക്കൊടുത്തു, സ്വർണ്ണങ്ങളും വണ്ടിയൊക്കെ കൊടുത്തു. പക്ഷെ സ്നേഹം കിട്ടിയില്ല. അപ്പൊ അവർക്ക് വീടും പണവും ഈ മൊബൈലും വണ്ടിയൊന്നുമല്ല വേണ്ടത്, പ്രേമം കിട്ടണം, സ്നേഹം കിട്ടണം. സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഏത് ഓട്ടോറിക്ഷക്കാരനെ കൂടി ചാടിപ്പോവും. ഇതന്നെയാണ് അള്ളാഹു മുത്തുനബിതങ്ങളും. ചില ആൾക്കാർ നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാവും, സക്കാത്ത് ഉണ്ടാവും, ഖുർആനോത്ത് ഒക്കെ ഉണ്ടാവും, സ്നേഹം കൊടുക്കൂല, മഹബത്ത് ഉണ്ടാവില്ല. മഹബത്തില്ലാതെ അവനാന്റെ തടി നരകത്ത് കിടക്കാതിരിക്കാൻ കുറെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അവനാന്റെ തടി സ്വർഗത്ത് കിടന്ന് സുഖിക്കാനും ഹൂറീങ്ങളെ കെട്ടിമറിയാനും വേണ്ടി കുറെ എമ്പാദത്തെടുത്തിട്ട് എന്താ കാര്യം? അടിസ്ഥാനം ഹുബ്ബാകണം. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നബിതങ്ങളുടെ ഹുബ്ബ് ഹൃദയത്തിൽ ആദ്യമായി കുത്തിത്തരുന്നത്. ഒരു കുട്ടി വകതിരിവെത്തിയാൽ ആ കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചല്ല. ഒരു കുട്ടി തീട്ടം മൂത്രം പച്ചവെള്ളവും വേർതിരിച്ചറിയാൻ പ്രായമായാൽ, ബുദ്ധി വകതിരിവെത്തിയാൽ ആദ്യമായി കുട്ടിയെ പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചല്ല, ഹബീബായ നബിയുനാ ശഫീഉനാ മുഹമ്മദ് മുസ്തഫ നബിതങ്ങളെ കുറിച്ചാണ്. ആ നബിതങ്ങളിലൂടെ വേണം അള്ളാഹുവിലേക്ക് എത്താൻ, ആ മാർഗത്തിലൂടെ വേണം എത്താൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളൊന്നും മാദിഹീങ്ങളല്ല, നമ്മളൊന്നും ആശിഖീങ്ങളല്ല, മറിച്ച് നമുക്ക് പറയാം നമ്മളൊന്ന് അഭിനയിച്ചു നോക്കുകയാണ് എന്നെങ്കിലും പറയാം. എങ്ങനെയാണ് സുഹാബികൾ സ്നേഹിച്ചത് അങ്ങനെ സ്നേഹിക്കണം. ആമിനു കമാ ആമനന്നാസ്, സുഹാബികൾ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുമ്പോൾ മരിക്കാൻ നേരത്ത് കൊടുക്കുന്ന വസിയത്തുണ്ട്. അല്ലാഹുവിന്റെ നബിതങ്ങളെ നഖത്തിന്റെ അലമാറയിലുണ്ട്, നബിതങ്ങളെ നഖത്തിന്റെ കഷ്ണങ്ങളുടെ അലമാറയിലുണ്ട്. എന്നെ നിങ്ങൾ കഫൻ ചെയ്യുമ്പോ എന്റെ മൂക്കിലും കണ്ണിലും എന്റെ വായയിലും നിങ്ങൾ പഞ്ഞി വെക്കുമ്പോ, എവിടെ എന്റെ ശരീരത്തിലൊക്കെ പഞ്ഞി വെക്കുമോ അവിടെയൊക്കെ നബിതങ്ങളെ നഖം കൂടി വെക്കണേ എന്ന് വസിയത്ത് ചെയ്യുന്നത് ഹബീബായ മുത്തുനബിതങ്ങളെ സുഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. നബിതങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്തൊടുത്ത അനസ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരത്തെ കൊടുക്കുന്ന വസിയത്തുണ്ട്. നിങ്ങൾ എന്നെ മറവ് ചെയ്യുമ്പോ നബിതങ്ങളുടെ നഖമിന്റെ കൂടെയുണ്ട്, നബിതങ്ങളുടെ മുടി എന്റെ കയ്യിലുണ്ട്, അതും എന്റെ ഖബറിലേക്ക് വെക്കണം. ഈ ഒരു മഹബത്ത്, ഈ ഒരു സ്നേഹം എങ്ങനെ? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഉവൈസുൽ ഖർനി തങ്ങൾ റളിയല്ലാഹു അൻഹു നബിതങ്ങളെ ഒരു പല്ല് പൊട്ടിയെന്ന് കേൾക്കുമ്പോൾ 24 പല്ലും കുത്തി പൊട്ടിക്കാൻ, അത് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ തെറ്റല്ലേ, ഹറാമല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പക്ഷെ സ്നേഹത്തിന്റെ മുമ്പിൽ, പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ മുമ്പിൽ എല്ലാ പരിസരങ്ങളും മറന്നു പോകാൻ. നബിതങ്ങൾ വഫാത്താകുമ്പോ വിമർത്തങ്ങൾ വാൾ ഊരിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ നബിതങ്ങൾ വഫാത്തായി എന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ വെട്ടും. ആരാ ഉമർത്തങ്ങൾ? ഏറ്റവും വലിയ ധീരശൂര പരാക്രമിയായ, ഏറ്റവും വലിയ യുക്തി ചിന്തയുള്ള, സുദൃഢമായ മനസ്സുള്ള ധീരനായിട്ട് പോലും നബിതങ്ങൾ വഫാത്താകുമ്പോ മാനസിക നിലകൾ പോലും അവിടെ തെറ്റിപ്പോവുകയാണ്, പരിസരം മറന്നു പോവുകയാണ്. നബിതങ്ങളെ ജനാസ കടത്തിയപ്പോ, നബിതങ്ങൾ വഫാത്തായി കിടക്കുമ്പോ നബിതങ്ങളെ മുഖത്ത്, നബിതങ്ങളെ ശരീരത്തിൽ വിരിച്ചിരിക്കുന്ന വസ്ത്രം അതിങ്ങനെ മുഖത്തിരുന്ന് ഇടക്കിടക്ക് ഉമർത്തങ്ങൾ ഇങ്ങനെ പൊന്തിച്ചു നോക്കും. എന്നിട്ടൊരു കൊച്ചു കുട്ടിയെ പോലെ പറയും, ഇല്ല, എന്റെ ഹബീബ് ഉറങ്ങാൻ. ഇത് വഫാത്തായതല്ല, മരിച്ചാൽ ഇങ്ങനൊന്നുമല്ല, എന്റെ നബിതങ്ങൾ ഉറങ്ങാൻ. ഉമർത്തങ്ങൾ പുറത്തേക്കോടും പിന്നെയും വരും. നബിതങ്ങളെ മുഖത്തിരുന്ന് ആ വസ്ത്രം നീക്കിയിട്ട് പറയും, എന്റെ ഹബീബ് ഉറങ്ങാൻ. ആരെങ്കിലും മരണപ്പെട്ടു വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാക്രമിയെ പോലെ മുത്തുനബിതങ്ങൾ വഫാത്തായപ്പോ അദ്ദേഹം പാഞ്ഞു നടക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ ഉമർത്തങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, സാന്ത്വനിപ്പിച്ചുകൊണ്ട്, സമാശ്വസിപ്പിച്ചുകൊണ്ട് ഉമർത്തങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഉമറെ, ഒന്നടങ്ങണം, നബിതങ്ങളും വഫാത്താകുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ. സംഗതി നബിതങ്ങൾ വഫാത്തായിട്ടുണ്ട് കേട്ടോ എന്ന് ഞാൻ പറയുന്നത്. ലോകത്ത് ഇത്രമേൽ പ്രശസ്തനായ 30 കൊല്ലത്തിലേറെ ഇസ്ലാമിക രാജ്യങ്ങളെ ഭരിക്കാൻ നടത്തിയ അത്രയും വലിയ യുക്തിയും എല്ലാമുള്ള ഉമർത്തങ്ങൾ നബിതങ്ങൾ വഫാത്തായപ്പോൾ മാനസിക നില തെറ്റിപ്പോയി. ഈ മഹബത്തിന്റെ ആധിക്യമാണ്.
പിന്നെങ്ങനെ ഉവൈസുൽ ഖർനി പല്ല് കുത്തിപ്പൊട്ടിക്കാതിരിക്കും? പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, തുൽഹത്ത് ഇബ്നുൽ ബറാ റളിയല്ലാഹു അൻഹു. വലിയ പ്രവാചക പ്രേമിയാണ്. ഒരു 10-15 വയസ്സാകുമ്പോൾ അദ്ദേഹം നബി തങ്ങൾ ഒരു രസത്തിന് തമാശക്ക് തുൽഹത്ത് എന്നവർ നബിയോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണോ? അങ്ങനെ തന്നെ, ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കു വെച്ചു. തുൽഹത്ത് എന്നവർ പറഞ്ഞു, ഞാൻ കേൾക്കും. എന്നാൽ നിന്റെ ബാപ്പാന്റെ തല വെട്ടിക്കൊണ്ടുവാ. ബാപ്പാന്റെ തല ഇങ്ങോട്ട് അറുത്തുകൊണ്ടായിരുന്നു. ഉടനെ തുൽഹത്തൊന്നൂര് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഒറ്റ ചാട്ടം ബാപ്പാന്റെ തല വെട്ടാൻ. നബി തങ്ങൾ പറഞ്ഞു, വേണ്ടതല്ല, ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഒന്ന് പരീക്ഷിച്ചതാണ്, അങ്ങനെ വാപ്പാനെ തലന്ന് വെട്ടണ്ടാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന് നബിതങ്ങൾ ഒന്ന് പരിശോധിച്ചതാണ്. അത്രമേൽ നബിതങ്ങളുടെ ബന്ധമുണ്ട് തുൽഹത്തൊന്നൂർക്ക്. അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്, സുഖമില്ലാതെ കിടക്കുകയാണ്. സുഖമില്ലാതെ മരിക്കാൻ കിടക്കുമ്പോ രാത്രി സമയത്ത് രോഗം മൂർജിച്ചപ്പോ നബിതങ്ങൾ കാണാൻ വന്നു. തുൽഹത്തൊന്നൂരെ രോഗമൊക്കെ കണ്ടപ്പോ നബിതങ്ങൾക്ക് മനസ്സിലായി തുൽഹത്തിന്റെ അവസാനം എടുത്തിട്ടുണ്ട് എന്ന്. തുൽഹത്തിന്റെ ബന്ധുക്കളെ വിളിച്ചുകൊണ്ട് നബിതങ്ങൾ മെല്ലെ രഹസ്യം പറഞ്ഞു, സ്വകാര്യം പറഞ്ഞു, തുൽഹത്ത് മിക്കവാറും ഇന്ന് രാത്രി അള്ളാഹുവിലേക്ക് യാത്രയാകാൻ സാധ്യതയുണ്ട്. നേരം വെളുക്കുന്നവരെ തുൽഹത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തുൽഹത്ത് മരിച്ചാൽ നിങ്ങൾ ഇന്ന വിവരം അറിയിക്കണം, എനിക്കിവിടെ വരണം, തുൽഹത്തിന്റെ ജനാസയിൽ പങ്കെടുക്കണം, തുൽഹത്ത് മരിച്ചാൽ എന്നോട് വിവരം അറിയിക്കണം. അപ്പൊ കുടുംബക്കാർ പറഞ്ഞു, ആയിക്കോട്ടെ നബിയെ. അങ്ങനെ നബി തങ്ങൾ തുൽഹത്തിന്റെ രോഗം സന്ദർശിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞപ്പോ തുൽഹത്ത് വീട്ടുകാരോട് കുടുംബക്കാരോട് ചോദിച്ചു, എന്താ നബി തങ്ങൾ പറഞ്ഞത് എന്ന്. വീട്ടുകാർ പറഞ്ഞു, തുൽഹത്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മുത്ത് നബി തങ്ങൾക്ക് വിവരം കൊടുക്കണം എന്നാ പറഞ്ഞത്. തുൽഹത്തൊന്നൂർ പറഞ്ഞു, ഇന്ന് ഞാൻ മരിക്കും, ഉറപ്പാണ്. പക്ഷേ ഇതാനമിത്തു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മുത്ത് നബി തങ്ങളോട് എന്റെ മരണത്തിന്റെ വിവരം പറഞ്ഞു പോകരുത്. ഞാൻ വഫാത്തായത് നബി തങ്ങൾ അറിയിക്കരുത്, ഒരിക്കലും അറിയിക്കരുത്. നബി തങ്ങളുടെ വീട്ടിൽ നിന്ന് എന്റെ മയ്യത്ത് കാണാൻ ഇങ്ങോട്ട് വരുമ്പോ ആ വഴികൾ ദുർഘടമായ വഴികളാണ്. അവിടെ ഒരു പക്ഷേ പല വിപത്തുകളും ആപത്തുകളും വന്നേക്കാം. പല മുനാഫിക്കുകളും ശത്രുക്കളും ജൂതരും ഒക്കെ നബി തങ്ങൾ ഒരു പക്ഷെ ആക്രമിക്കാൻ സാധ്യതയുണ്ടല്ലോ. മാത്രമല്ല വലിയ ജന്തുക്കളും മറ്റുമൊക്കെയുള്ള ദുർഘടമായ വഴികൾ താണ്ടി ഇങ്ങോട്ട് വരണ്ട. ഞാൻ മരിച്ചാൽ എന്റെ ജനാസ നബി തങ്ങൾ കാണരുത്. ഞാൻ മരിച്ചാൽ നിങ്ങൾ നബി തങ്ങളെ വിവരം അറിയിക്കരുത്. ബന്ധുമിത്രാദികളുടെ മനസ്സുകൾ വിഭ്രാന്തിയിലാണ്ടു. എന്ത് ചെയ്യും? നബി തങ്ങൾ പറഞ്ഞത് എന്താ? മരിച്ചാൽ എന്നെ വിവരം അറിയിക്കണം. തുൽഹത്ത് പറഞ്ഞതോ, മരിച്ചാൽ ഒരിക്കലും വിവരം അറിയിക്കരുത്. സ്നേഹത്തിന്റെ ആധിക്യമാണ്. തുൽഹത്ത് അല്പസമയങ്ങൾക്ക് ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞു. ബന്ധുക്കൾ എന്ത് ചെയ്യും? പക്ഷേ തുൽഹത്തിന്റെ ആഗ്രഹം പോലെ നബി തങ്ങൾ അറിയിക്കാതെ, നബി തങ്ങളോട് വിവരം പറയാതെ തുൽഹത്തൊന്നോരെ മറവ് ചെയ്തു. പിറ്റേ ദിവസം നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്റെ തുൽഹത്തിന് എന്തു പറ്റി? കുടുംബക്കാർ പറഞ്ഞു, തുൽഹത്ത് വഫാത്തായി, അങ്ങയെ അറിയിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. വേഗം നബി തങ്ങൾ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മൽ കതുൽഹ വഅൻത തൽഹഖു ഇലൈഹി വഹുവ യൽഹഖു ഇലൈക്. പടച്ചോനെ, എന്റെ തുൽഹാനെ നീ സ്വീകരിക്കണം, എന്റെ തുൽഹാനെ സ്വീകരിക്കണം. എന്റെ തുൽഹ നിന്നെ കാണുമ്പോൾ തൽഹയും ചിരിക്കണം, നീയും ചിരിക്കണം. അത്രമേൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്റെ തുൽഹാനെ സ്വീകരിക്കണമെന്ന് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുക്കാൻ. നിങ്ങൾ ചിന്തിക്കുക, എന്റെ വീട് കൂടലിന് തങ്ങൾ വരണം, ഉസ്താദ് വരണം, എത്ര സുഖമില്ലെങ്കിലും നമ്മൾ പിടിച്ചുകൊണ്ട് വരും. അത് സ്നേഹമാണ്. നമ്മുടെ അമ്മയും ബാപ്പയും ആരാണെങ്കിലും, വേണ്ടപ്പെട്ട ഉസ്താദാണെങ്കിലും, നമ്മൾ ബാപ്പയും അമ്മയും മരിച്ചാൽ ഉസ്താദ് ഒന്ന് എൻ്റെ വരേക്ക് വരണം, ഒന്ന് ദ്വാരക്കണം, എൻ്റെ അമ്മ മരിച്ചിട്ടുണ്ട്, ഒന്ന് വരണം തങ്ങൾ, എത്ര സുഖമില്ലെങ്കിലും അത് നമ്മളെ സ്നേഹമാണ്. എന്നാ തുൽഹത്തൊന്നൂര് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബി തങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരരുത് എന്ന് മരിക്കാൻ നേരത്തെ പറയണമെങ്കിൽ അതും സ്നേഹമാണ്, അതും ഇഷ്ടമാണ്. ബഹുമാനപ്പെട്ട സ്വഹാബികൾ പറയുന്നുണ്ട്, തൗബാൻ, എനിക്ക് 24 മണിക്കൂർ നബിയെ നിങ്ങളെ മുഖത്ത് നോക്കിക്കൊണ്ടേയിരിക്കണം. ഒരു സെക്കൻഡ് അങ്ങയെ കാണാതിരുന്നാൽ എൻ്റെ ശരീരം മെലിഞ്ഞു പോകും. തൗബാൻ എന്നവർ ശരീരം മെലിഞ്ഞു വെറും എല്ലും കോലുമായി. അപ്പൊ സ്വഹാബത്ത് നബി തങ്ങൾ ചോദിച്ചു, എന്തേ തൗബാൻ എനിക്ക് പറ്റിയത്? നിനക്ക് എന്ത് പറ്റി? തൗബാൻ പറഞ്ഞു, നബിയെ, നിങ്ങളെ കാണാത്ത വിഷമം, കാണാൻ പൂജാകുമ്പോഴേക്ക് ഞാൻ പള്ളിക്ക് വരും, നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷേ ഞാൻ ചിന്തിച്ചു പോയി, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വഫാത്തായാൽ അങ്ങയെ കാണാൻ പറ്റൂലല്ലോ. ഇനി അങ്ങ് സ്വർഗത്തിലെത്തിയാലും അങ്ങക്ക് സ്വർഗത്തിലേക്ക് വലിയ സ്ഥാനത്തായിരിക്കും, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റൂലല്ലോ. അത് ചിന്തിച്ചിട്ട് തടി മെലിഞ്ഞു പോയതാണ്. ഒരു മനുഷ്യൻ മെലിഞ്ഞത്, ഒരു മനുഷ്യന്റെ ശരീരം മുഴുവനും ഉണങ്ങിപ്പോയത് നബിതങ്ങളെ കാണാൻ പറ്റൂലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ്. അപ്പോഴാണ് ആയത്തിറക്കുന്നത്, ഒമൻ ആരെങ്കിലും മുത്ത് നബിതങ്ങളെ വേണ്ട വിധം ഇഷ്ടപ്പെട്ട് വഴിപ്പെട്ട് കഴിഞ്ഞാൽ നബിതങ്ങളെ കൂടെ സ്വർഗത്തിലുണ്ടാകുന്ന ആയത്തിറങ്ങുന്നത്. അപ്പൊ എപ്പോഴും നബിതങ്ങളെ കണ്ടിരിക്കണം. എന്നാൽ അമ്ർ ഇബ്നു ആസ് പറയാണ്, ഒരു വട്ടം പോലും ഞാൻ നബിതങ്ങളെ മൂത്തക്ക് നോക്കിയിട്ടതല്ല. എന്ത്? അതും സ്നേഹം. ഇജ്ലാലൻ, നബിതങ്ങളെ മുഖത്ത് നോക്കാൻ ആ ഗാംഭീര്യം കൊണ്ട് എനിക്കൊരു വിഷമം. എങ്ങനെ ഞാൻ നോക്കും?
അപ്പോൾ തീരെ നോക്കാത്ത സ്വഹാബികൾ അതും ഇഷ്ടം, എപ്പോഴും നോക്കിക്കൊണ്ടായിരിക്കണം അതും മഹബത്ത്. നബിതങ്ങൾ എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് വിളിച്ചിരുന്നതും മഹബത്ത്. മരിച്ചാറിൻ്റെ മയ്യത്ത് പോലും നബിതങ്ങളെ കാണരുത് എന്ന് പറഞ്ഞതും മഹബത്ത്. സ്നേഹത്തിന് കയ്യും മൂക്കൂല കണ്ണും മൂക്കൂല എന്ന് പറഞ്ഞത് ഈ ഹബീബിൻ്റെ സ്നേഹം നമുക്ക് സ്വഹാബത്ത് എങ്ങനെ സ്നേഹിച്ചു മനസ്സിലാക്കിയാൽ ബോധ്യപ്പെടും. ഒരൊറ്റ വിഷയം മാത്രം, ഒരൊറ്റ ബുഖാരിയുടെ ഒരു ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഒരു പെണ്ണ് നബിതങ്ങൾക്ക് വേണ്ടി ഒരു വസ്ത്രം നെയ്തു, തുന്നി ചേർത്തുണ്ടാക്കി നബിതങ്ങൾക്ക് സമ്മാനം കൊടുത്തു. എന്നിട്ട് പള്ളിയിലേക്ക് വന്ന് നബിയോട് പറഞ്ഞു, ഇന്നി നസജ്തുഹാ ബിയദയ്യ, നബിയെ ഇത് എൻ്റെ കൈ കൊണ്ട് ഞാൻ തുന്നി ചേർത്തുണ്ടാക്കിയ കുപ്പായമാണ്, അങ്ങ് ധരിക്കണം, അങ്ങ് ധരിക്കണം, ഞാൻ വാങ്ങിയതല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്, ഇത് ധരിക്കണം. ജുബ്ബ നബിതങ്ങൾക്ക് സമ്മാനിച്ചു. നബിതങ്ങളത് വാങ്ങി സ്നേഹപൂർവ്വം അത് സ്വീകരിച്ചു. എന്നിട്ടത് ധരിച്ചപ്പോൾ നല്ല ഭംഗി, നബിതങ്ങൾക്ക് ഇത് കാണാൻ കേട്ടോ, നല്ല ചുറുക്ക്. അത് ധരിച്ചുകൊണ്ട് സ്വഹാബത്തിന് മുമ്പിലേക്ക് വന്നപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയെ ഈ വസ്ത്രത്തിലായി നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര രസമുള്ള ഒരു ജുബ്ബ. അപ്പോഴേക്ക് സദസ്സിൽ നിന്ന് ഒരാളെ നേരിട്ട് ചോദിച്ചു, നബിയെ ആ ജുബ്ബ ഇപ്പൊ നിങ്ങൾ ധരിച്ച ഡ്രസ്സ് എനിക്ക് തരുമോ? അള്ളാന്റെ നബിതങ്ങൾ ആര് ചോദിച്ചാലും വെറുതെയാക്കൂല. വേഗം ആ കുപ്പായത്തിന്റെ ബട്ടൺ അയച്ച് വസ്ത്രം അയച്ച് മടക്കിയിട്ട് ചോദിച്ചവന്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴേക്ക് സദസ്സ് ഇളകി. സദസ്സ് മുഴുവനും ഈ ചോദിച്ച വ്യക്തിയോട് ദേഷ്യപ്പെട്ടു, അദ്ദേഹത്തോട് ചൂടായി. എല്ലാവരും ഒച്ചപ്പാടുണ്ടാക്കി, ഇനി എന്ത് പണിയാ ചെയ്തത്? ആ പെണ്ണ് നബിതങ്ങൾക്ക് സ്നേഹത്തോടെ സമ്മാനിച്ച കുപ്പായം നീ ചോദിച്ചു വാങ്ങിയത് ശരിയായില്ലല്ലോ, മോശമായി പോയി. അലാ താലും അമാ താലും അന്നഹൂല എറുദുസായില, ചോദിച്ചോനെ വെറുതെയാക്കൂല എന്ന് കരുതിയിട്ട് നിങ്ങൾ ചോദിച്ചു വാങ്ങിയത് ശരിയായില്ലല്ലോ. ആ മനുഷ്യനെ നേറ്റുകൊണ്ട് കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് പറയുന്നുണ്ട്, നബിയെ എല്ലാവരും എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട്, അങ്ങ് ധരിച്ച ഈ വസ്ത്രം ഞാൻ ചോദിച്ചു വാങ്ങിയത് ലാലയക്സുഹാ ധരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നബിയെ ലിതകൂന കഫനീ, എന്റെ കഫൻ പുടയാകാൻ വേണ്ടിയാണ്. അങ്ങയുടെ ശരീരത്തിൽ തട്ടിയിരിക്കുന്ന ഈ വസ്ത്രം, അങ്ങയുടെ ശരീരത്തിൽ വിയർപ്പ് പറ്റിയിരിക്കുന്ന വസ്ത്രം, ഇത് എൻ്റെ മയ്യത്ത് കഫൻ ചെയ്താൽ മുൻകർ നക്കീറിനോട് കബർന്ന് മന്നബിയുക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങയെ ശരീരത്തിൽ തട്ടിയ വസ്ത്രം ധരിച്ചിട്ട് മറുപടി പറയാൻ കഴിയുമല്ലോ, ഇതിൻ്റെ കഫൻ പുടവയാകാൻ വേണ്ടിയാണ് ചോദിച്ചത്. സദസ്സ് മുഴുവനും കരഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ബാപ്പ മരിച്ചപ്പോൾ ആ വസ്ത്രത്തിലാണ് കഫൻ ചെയ്തത് എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഹബീബിനെ സ്നേഹിക്കണം. നമുക്കതിനൊന്നും കഴിയൂല. നമുക്കിങ്ങനെ ഈ മജ്ലിസുകളും ബുർദ മജ്ലിസുകളും ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ചിട്ടെങ്കിലും അവിടത്തോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കണം. അള്ളാഹു നമ്മുടെ ഈ കൂടുതലും പെരിയരൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു സദസ്സ് നമുക്ക് വേണ്ടി സംഘടിപ്പിച്ച ആദരണീയരായ സയ്യിദ് അവർകൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മറ്റുമൊക്കെ തൻ്റെ എല്ലാം സമർപ്പിക്കുന്നവർക്ക് അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, എല്ലാവർക്കും അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.